പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. നിരവധി ദർശനങ്ങൾ, ദൈവശബ്ദങ്ങൾ നാം കേട്ടിട്ടുണ്ട്. പലപ്പോഴും പറയാറുണ്ട്, അതൊന്നും എൻ്റെ ജീവിതത്തിനകത്ത് നിവർത്തി പദത്തിലേക്ക് വരുന്നില്ല. എന്നാൽ ദൈവവചനം പറയുന്നു, ഏറെ താമസിക്കാതെ, ഏറെ വൈകാതെ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്നെ അരികിലേക്ക് എടുത്തു വരും. ശബശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിനകത്ത് കിടന്ന പത്രോസിനെ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ദൂതൻ പുറപ്പെടുവിച്ചതുപോലെ ഈ സാഹചര്യത്തിൻ്റെ നടുവിൽ കരയുന്ന ദൈവ പൈതലേ, കരയുന്ന മാതാവേ, കരയുന്ന കുഞ്ഞേ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി കാലഘട്ടങ്ങൾ കഴിയും മുമ്പേ നീ പ്രതീക്ഷിക്കാതെ നിന്റെ കൺമുമ്പിൽ എത്തിക്കാൻ അറിയാമെന്ന ഒരു മഹാദൈവത്തിൻ്റെ കരമുണ്ടെന്ന് മറക്കരുത്. പലപ്പോഴും ചിന്തിച്ചു, കാരാഗ്രഹത്തിനകത്ത് പത്രോസ് പരാജിതമാണെന്ന്. അവിടെ ബന്ധിക്കപ്പെട്ടു നാളെയുടെ പ്രഭാതത്തെങ്കിൽ ശിരസ് നഷ്ടപ്പെട്ട ഒരു ചേതനയറ്റ ശരീരമായി തീരുമെന്ന്. പക്ഷേ പ്രാർത്ഥിക്കുന്ന സഭയെ, കരയുന്ന കുഞ്ഞെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്നൊരു ദൈവമുണ്ടെങ്കിൽ കാലഘട്ടങ്ങളേറെ പിന്നിട്ടാലും നാളുകളേറെ കഴിഞ്ഞെന്നാലും ഇന്നും വിടുവിപ്പാൻ ശക്തനായൊരു ദൈവം ഉയരത്തിലുണ്ടെന്ന് മറക്കരുത്. പ്രാർത്ഥിക്കുന്ന പ്രിയരെ, ഇന്ന് പകലിൽ വചനം നിന്നോട് പറയുന്നു, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നീ പ്രതീക്ഷിക്കാത്ത നേരത്ത് നിന്റെ മുമ്പിൽ ആത്മാവ് തുറന്നു വിടുന്ന ദിനങ്ങളാ. ശാന്തനാദിയ നോക്കണമേ. പ്രാർത്ഥിക്കാൻ തയ്യാറായ ഹന്നയോട് ചോദിച്ച ഹന്ന പറയും, ഉറ്റവരും ഉടയവരും വീട്ടിനകത്തുള്ളവരും ഒരുപോലെ നിന്ദിച്ചു, പരാജയപ്പെട്ടെന്ന് പറഞ്ഞു. പക്ഷെ പ്രാർത്ഥിച്ച ഹന്നേ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടതുപോലെ ആമേൻ. ഇന്ന് പകലും മടിക്കാതെ വേണം കരയുന്ന, മടിക്കാതെ വേണം പ്രാർത്ഥിക്കുന്ന സഭയോട്, ആമേൻ, മടിക്കാതെ വേണം പ്രാർത്ഥിക്കുന്ന മാതാക്കളോട്, മടിക്കാതെ വേണം പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാരോട് ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിനക്ക് വേണ്ടി ആമേൻ. ആരൊക്കെ കഴിയത്തില്ലെന്ന് പറഞ്ഞാലും, ഒരിക്കലും ഉയരത്തില്ലെന്ന് പറഞ്ഞാലും അവന്റെ കരം ഇതിനകത്ത് ചലിക്കപ്പെടുകയാണ്, ചെയ്യമെടുക്കുകയാ. അതേ ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് വരിക തന്നെ ചെയ്യും. നാളുകൾ കഴിയുമ്പോൾ നീ പറയരുത് ദൈവം പറഞ്ഞത് മാറിപ്പോയെന്ന്, ദൈവം പറഞ്ഞത് കഴിഞ്ഞെന്ന് പറയരുത്. പ്രാർത്ഥിക്കുന്ന തലമുറയെ, പ്രാർത്ഥിക്കുന്ന പ്രിയരെ, ഒറ്റക്കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, എത്ര കാലങ്ങൾ കഴിഞ്ഞ് പിശാചാകുന്നവെന്നെ പ്രാർത്ഥനയുടെ മറുപടിയെ തടഞ്ഞു നിർത്തിയെന്നാലും ആമേൻ, നീ പ്രാർത്ഥിച്ചത് മനുഷ്യനോടല്ലാത്തത് കൊണ്ട്, നീ പ്രാർത്ഥിച്ചത് ലോകത്തോടല്ലാത്തത് കൊണ്ട്, നീ പ്രാർത്ഥിച്ചത് ജഡത്തോടല്ലാത്തത് കൊണ്ട്, നീ പ്രാർത്ഥിച്ചത് തത്വചിന്തകനോടല്ലാത്തത് കൊണ്ട്, നീ പ്രാർത്ഥിച്ചത് നാസ്തികനോടല്ലാത്തത് കൊണ്ട്, നീ പ്രാർത്ഥിച്ചത് കേവലം ഒരു മനുഷ്യനോടല്ലാത്തത് കൊണ്ട്, നീ പ്രാർത്ഥിച്ചത് കേവലം മനുഷ്യ സൃഷ്ടിയോടല്ലാത്തത് കൊണ്ട്, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ആമേൻ കാലഘട്ടങ്ങൾ കഴിയും മുമ്പേ, നാളുകൾ തീരും മുമ്പേ, സമയം അതിക്രമിക്കും മുമ്പേ അത് നിന്റെ മുമ്പിൽ ഇറങ്ങി വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മടി കാണിക്കരുത്, കരയാൻ മടിക്കല്ലേ, പ്രാർത്ഥിക്കാൻ മറക്കല്ലേ. പ്രാർത്ഥനയിൽ പിന്നോട്ടല്ല, മുന്നോട്ട് ചുവട് വയ്ക്ക്. പ്രാർത്ഥനയിൽ മുന്നോട്ട് ഒരു സ്റ്റെപ്പും കൂടെ വയ്ക്ക്. ഈ കാലഘട്ടത്തിൽ, ഈ പ്രതിസന്ധിയുടെ നടുവിൽ പ്രാർത്ഥനയിൽ ഒന്നും കൂടെ മുറുകെ പിടിക്ക്, പ്രാർത്ഥനയിൽ ഒന്നും കൂടെ ഉറയ്ക്ക്. ആമേൻ. കാരണം നിനക്ക് മറുപടി തരാൻ ഒരുവൻ ഇന്ന് പകൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. നിനക്ക് ഉത്തരം നൽകി തരുവാൻ ഒരുവൻ ഇന്ന് പകൽ എഴുന്നേറ്റിട്ടുണ്ട്. സൈന്യങ്ങളുടെ ഹോവ എഴുന്നേറ്റിട്ടുണ്ട്. അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ. രക്ഷിക്കാൻ കഴിയാതെ വേണം അവന്റെ കരം കുറുതായിട്ടില്ല, കേൾക്കാൻ കഴിയാതെ വേണം അവന്റെ ചെകിട് മന്ദമായി, കേൾക്കാൻ കഴിയാത്തവനെയോ പ്രവർത്തിക്കുവാൻ കഴിവില്ലാത്തവനെയോ അല്ല നാം ആരാധിക്കുന്നത്. ഒരു ഉറപ്പോടെ പ്രാർത്ഥിക്കാൻ, ആ ഒരു ഉറപ്പോടെ പ്രാർത്ഥിക്കാൻ, ആ ഒരു ഉറപ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കാൻ ഇന്ന് പകൽ തയ്യാറാകുന്നെങ്കിൽ അതിന്റെ ഉത്തരവന്റെ ദൈവം ചെയ്യുകയാ. അതുകൊണ്ട് ഉറപ്പിച്ചു പറയാം, എന്റെ പ്രാർത്ഥനയ്ക്കൊരു മറുപടിയുണ്ട്, എന്നെ നിലവിളിക്കൊരു ഉത്തരമുണ്ട്. ആ ക്രിസ്തുവിങ്കിൽ ആശ്രയിക്കാം, മഹാദൈവത്തിൻ്റെ മറുപടിക്കായി കാത്തിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.